ഡിയേഴ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഹൗസ് ബോട്ട് യാത്രയെക്കുറിച്ചുള്ളൊരു വീഡിയോ ആയിട്ടാണ്. ഫ്രണ്ട്സുമായിട്ട് റിലേറ്റീവ്സുമായിട്ടൊക്കെ ഒരു ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു യാത്രയാണിത്. ഇത് പള്ളാത്തുരുത്തി എന്ന സ്ഥലത്താണ് ഈ ഹൗസ് ബോട്ട് നിൽക്കുന്നത്. ഇവിടെ നിന്നാണ് ഹൗസ് ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും. ഇത് പമ്പ റിവറിലാണ് ഇപ്പോൾ ഹൗസ് ബോട്ടുള്ളത്. ഇത് ഹൗസ് ബോട്ടിൻ്റെ അടുത്ത് ഇത്തിരി നടന്ന് വേണം വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഈ ഹൗസ് ബോട്ടിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നത്. കുറച്ച് അല്പ ദൂരം നടന്നിട്ട് വേണം ഇതിൻ്റെ അടുത്ത് എത്താനായിട്ടുള്ളത്. എല്ലാവരും കയറി തുടങ്ങി. ഇത് 16 പേർക്കാണ് ഈ ഹൗസ് ബോട്ടിൽ അലോ ആയിട്ടുള്ള ആൾക്കാർ. ഞങ്ങളിത് 10 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് ഹാള്. നമ്മളെ വീട് പോലെ തന്നെയാണിത്. ആദ്യം കയറുമ്പോഴേ ഒരു ഹാളുണ്ട്, പിന്നെ ബെഡ്റൂമാണ് ഇത്. ഈ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണിത്. 2 ബെഡ്റൂമാണ് നമുക്ക് അലവായിട്ടുള്ളത്. ഒന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഇവിടുത്തെ സ്റ്റാഫുകൾക്കുള്ളത്. 2 ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം, AC ഉള്ള ബെഡ്റൂമാണിത്. നമുക്ക് അതിൻ്റെ വിൻഡോയിൽ കൂടെ പുറമേയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. നമുക്ക് അടുത്ത റൂമിലോട്ട് പോകാം. അതിന് മുമ്പ് വെൽക്കം ഡ്രിങ്ക് നമുക്ക് വന്ന ഉടനെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ആൾ വന്നിട്ടുണ്ട്. ഇനി അത് കുടിച്ചിട്ടാവാം അടുത്ത് പരിചയപ്പെടുത്തുന്നത്. ഇനി അടുത്ത റൂമിൽ ഇത് ഒരു വാഷ് ഏരിയയാണ്. നമ്മളൊരു വീട് എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് ഇത്. അടുത്ത ബെഡ്റൂമാണിത്. അതും ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ്. AC ബെഡ്റൂമാണ്. നമ്മൾ രാവിലെ 11 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെയുള്ള പാക്കേജാണ് എടുത്തത്. പിന്നെ നൈറ്റ് പാക്കേജും ഉണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ച് ഇത് അടുത്ത ബെഡ്റൂമാണ്. ഇത് അവിടുത്തെ സ്റ്റാഫൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ഇതാണ് ഇവിടുത്തെ കിച്ചണിൽ ഇവർ 2 പേരുമാണ് നമുക്ക് ആഹാരം പാകം ചെയ്യുന്നത്. ചോറ് വെച്ചിട്ടുണ്ട്. കരിമീനൊക്കെ ഉൾപ്പെടെയാണ് നമുക്ക് ഫുഡ് പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കരിമീനാണ് അവർ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കൊടുത്താൽ അവർ അത് പ്രിപ്പയർ ചെയ്ത് തരും നമുക്ക്. നമ്മളത് ആ ബോട്ട് എടുത്തിട്ടുണ്ട്. ഇത് പമ്പ റിവറിൽ കൂടെയാണ് ഇപ്പം നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമ്മൾ വേമ്പനാട്ട് കായലിലോട്ടെത്തും. 2000-ഓളം ഹൗസ് ബോട്ടുകളുണ്ടെന്നാണ് പറയുന്നത്. ഇതെല്ലാം ഇവിടെ സർവീസിനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ വേണം നമുക്ക് പോകാനുള്ളത്. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഫിഷ് വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവർ തയ്യാറാക്കി തരും. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിർത്തിയത്. നമ്മൾ ഞണ്ടും കൊഞ്ചും വാങ്ങിക്കൊടുത്തായിരുന്നു. അത് നമുക്ക് ലഞ്ച് സമയത്ത് അവർ തയ്യാറാക്കി തരും. നമ്മളെ ബോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമ്മൾ വാങ്ങിയ ഒരു തയ്യാറാക്കുന്ന നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് നോക്കാം. ഞണ്ടിനെ അവർ റോസ്റ്റ് ചെയ്യാനായിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ തോരൻ വെച്ചിട്ടുണ്ട്, വിഴുക്ക് വെച്ചിട്ടുണ്ട്, ചോറുമൊക്കെ വെച്ചിട്ടുണ്ട് അവർ.
കൊഞ്ചെന്ന് വെച്ചാൽ വലിയ സൈസ് കൊഞ്ചൊക്കെ തന്നെയാണ്. ഇത് വലിയൊരു കൊഞ്ച് തന്നെയാണ് ഇത് വാങ്ങിയത്. ഇത് നമ്മൾ വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ അവർ തയ്യാറാക്കി തരും. പിന്നെ അവർ കരിമീനാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ഇത് കിച്ചൻ്റെ സൈഡിൽ ചെറിയൊരു വാതിലാണിത് കേട്ടോ. വേറെ ഹൗസ് ബോട്ടുകളൊക്കെ ഇതാ പോകുന്നുണ്ട്. ഇതിൽ മ്യൂസിക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പാടുന്നവർക്ക് പാടാം, ഡാൻസ് ചെയ്യുന്നവർക്ക് ഡാൻസ് ചെയ്യാം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വേറെയുള്ള ബോട്ടുകളൊക്കെ ഹൗസ് ബോട്ടുകളൊക്കെ അതിലൊക്കെ വിദേശികളും ആയാലും നമ്മളെ കേരളത്തിലായാലും ഇന്ത്യയിലും മൊത്തത്തിലുള്ള ഒരുപാട് പേര്, ഒത്തിരി ആൾക്കാർ നമ്മളെ പാസ് ചെയ്ത് ഇതുപോലെ പോകുന്നുണ്ട്. നമ്മളിപ്പോൾ പമ്പാ നദിയിൽ കൂടെയാണ് പോണത്. ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ വേമ്പനാട്ട് കായലിലോട്ട് ചെന്ന് ചേരും. സൈഡിലൊക്കെ ഒത്തിരി വീടുകളൊക്കെ ഉണ്ട്. അവർക്ക് പക്ഷേ ട്രാവലിങ്ങിനും വള്ളത്തിലൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പുറത്തൊക്കെ വയലൊക്കെയാണ്, റോഡ് മാർഗ്ഗമൊന്നും പോകത്തില്ല. അവർ വള്ളത്തിൽ അതിനുവേണ്ടി പ്രത്യേക വള്ളം ഗവൺമെൻറ് തന്നെ ഒരുക്കി എടുത്തിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ അവർക്കുള്ള ഹോസ്പിറ്റൽ ഇത് വള്ളത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അവർക്ക് പുറത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ, മൊബൈൽ യൂണിറ്റാണ് ഇത് ഈ ഹോസ്പിറ്റലിൽ ഇതിൽ വള്ളത്തിൽ പോയി അവർ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നതാണ്. ഇത് എന്ന് വെച്ചാൽ ഒരു കല്യാണമൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു ബോട്ടാണിത്. ഇതിനകത്ത് ഒരു കല്യാണം മേലും ഹാളും എല്ലാം ഉണ്ട്. വള്ളത്തിൽ വെച്ച് തന്നെ കല്യാണം നടത്തുന്നത്. അതിനുവേണ്ടിയുള്ളതാണ് നേരത്തെ കണ്ട ബോട്ട്. നമ്മൾ ബെഡ്റൂമിൽ നിന്നുള്ള കാഴ്ചയാണിത്. നമ്മൾ ഇനിയിപ്പോൾ ഇത് വേമ്പനാട്ട് കായലിലോട്ട് കയറുകയാണ് ഞങ്ങൾ. ഇതെന്ന് വെച്ചാൽ ഇപ്പം ബോട്ട് നമുക്ക് ഒതുക്കിയിരിക്കണം. 1 മണിക്കൂർ അവർക്ക് ലഞ്ച് കഴിക്കാനൊക്കെ ഉള്ള വേഗമായിട്ട് ഒരു സൈഡിൽ ഒതുക്കിയിട്ടുണ്ട്. നമുക്ക് ആ സമയത്ത് 1 മണിക്കൂറത്തേക്ക് ഒരു വള്ളത്തിൽ നമുക്ക് കുട്ടനാട്ടിൻ്റെ ഭാഗങ്ങളിലൊക്കെ പോകാനായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് 400 രൂപ വെച്ച്, അത് ഒത്തിരി പൈസ കൂടുതലാണെന്ന് എനിക്ക് തോന്നി. നമ്മൾ 10 പേർക്ക് 4000 രൂപ ഈ കൊച്ചു വള്ളത്തിൽ ഇങ്ങനെ പോണേന്. 1 മണിക്കൂർ അവർ ബോട്ട് ഒതുക്കിയപ്പോഴാണ് ഞങ്ങളിങ്ങനെ കുട്ടനാടിൻ്റെ ചെറിയ ഇതിലൂടെ വഴി കൂടെയൊക്കെ കൊണ്ടുപോകാനായിട്ട് നമ്മളൊരു ചെറിയ വള്ളം ഉണ്ടാക്കി തന്നു. അതിലങ്ങനെ ഞങ്ങൾ കയറിയിരിക്കുകയാണ്. ഞങ്ങൾ വന്നിട്ടൊക്കെയാണ് ലഞ്ച് കഴിക്കാൻ പോയത്. ഇത് ചെറിയൊരു വഴിയാണ്. ഇത് കുനിഞ്ഞില്ലെങ്കിൽ തലയിടിക്കും. അങ്ങനത്തെ ചെറിയ കുഞ്ഞു വഴി കൂടെയാണ് നമ്മൾ പോയത്.
അതിൽ വെള്ളത്തിൽ നല്ല വെയിലുണ്ടായിരുന്നു. അവർ തന്നെ കുടയൊക്കെ തന്നു എല്ലാവർക്കും. ഇതുപോലെ എല്ലാ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഓരോ വള്ളങ്ങൾ, നമ്മളെ വീട്ടിലൊക്കെ കാറുള്ള പോലെ തന്നെയാണ്. അവർക്ക് പുറത്തോട്ടൊക്കെ പോകണമെങ്കിൽ വള്ളത്തിലേ പോകത്തുള്ളൂ. അപ്പുറത്തൊക്കെ വെള്ളവും വയലും ഒക്കെയാണ്. നമ്മൾ കുളവാഴയൊക്കെ കുറച്ചതിൽ നിന്ന് വെള്ളത്തിൽ നിന്നൊക്കെ എടുത്ത് നല്ല പൂവായിരുന്നു, അതുകൊണ്ട് എടുത്ത് വെച്ച് തിരിച്ച് നമ്മൾ ആ ബോട്ടിനടുത്ത് തിരിച്ചെത്തി. തിരിച്ച് നമ്മൾ കയറുന്ന ഇറങ്ങുന്നതൊക്കെ നല്ലൊരു ബുദ്ധിമുട്ടായിരുന്നു. ലഞ്ച് കഴിക്കാനായിട്ട് അവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഫിഷ് ഫ്രൈയും കൊഞ്ച് ഫ്രൈ ചെയ്തത്, ഞണ്ട് റോസ്റ്റ്, സാമ്പാർ, മോര്, അവിയൽ, തോരൻ, അച്ചാർ, കരിമീൻ ഫ്രൈ ഇതെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ലഞ്ച് കഴിക്കാനായിട്ടിരുന്ന്. ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ ബോട്ട് എടുത്തായിരുന്നു. നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. പിന്നെ വൈകുന്നേരം നമുക്ക് ഇതേപോലെ പിന്നെ ഉണ്ടായിരുന്നു ചായയും ഒരു ചെറിയ കടിയും ഉണ്ടായിരുന്നു. പഴംപൊഴിയായിരുന്നു. അതിൻ്റെ കൂടെ ചായ തന്നിട്ടാണ് ഞങ്ങൾ 5 മണിയായപ്പോൾ നമ്മളെ തിരിച്ച് വന്ന സ്ഥലത്ത് തന്നെ കൊണ്ട് അവർ ഇറക്കി. ഇത് നമ്മളെ ഗവൺമെൻറ്റിൻ്റെ തന്നെ കൊല്ലത്തുനിന്ന് വരുന്ന ഹൗസ് ബോട്ടാണ്. അതിൽ ഒത്തിരി ആൾക്കാരുണ്ട്. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കൊല്ലത്തുനിന്ന് വരുന്ന ഹൗസ് ബോട്ടാണിത്. ഇവിടെ മക്കളൊക്കെ പാട്ടിനോട് ഡാൻസ് ചെയ്ത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ തിരിച്ച് ആ പാലത്തിൻ്റെ അടിയിൽ കൂടെ തിരിച്ച് എത്തുകയാണ്. ഈ സമയത്ത് നമുക്ക് ചായയും പഴംപൊരിയൊക്കെ കഴിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.